ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇറച്ചിക്കറികളുടെ കൂടെയോ കടലക്കറികളുടെ കൂടെയോ മുട്ടക്കറിയുടെ കൂടെയോ മറ്റെന്ത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് ചവ്വരിയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് ചവ്വരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പാനിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇത് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടാനാണ് ഇതുപോലെ ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. ഞാനിവിടെ 250 ml കപ്പിന് 2 കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ഇതിലേക്ക് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് 5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇതിൽ തന്നെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ മാറി കരിഞ്ഞു പോവും. ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഒരു പകുതി ചൂടാറിയിട്ടാണ് ഇതുപോലെ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. പകുതി ചൂടോടുകൂടി ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ഇത് കറക്റ്റ് പരുവത്തിന് പൊടിഞ്ഞു കിട്ടുന്നത്. ഇപ്പോൾ ഞാനിതാ നന്നായിട്ട് പൊടിച്ചെടുത്ത ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ കുക്കറിൽ ഇട്ടിട്ട് ഒരു 3 ഉരുളക്കിഴങ്ങ് നല്ലപോലെ വേവിച്ചതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നല്ലപോലെ വെന്ത കിഴങ്ങാണെന്നുണ്ടെങ്കിൽ അത് ഉടച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു 3 ഉരുളക്കിഴങ്ങും ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കിഴങ്ങുമായിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഇതിൽ ഈ ഒരു കിഴങ്ങിൻ്റെ ആ ഒരു നനവ് പോരാതെ വരുമ്പോൾ മാത്രം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെള്ളം പോരാതെ വന്നു. ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരക്കപ്പ് അളവിൻ്റെ പകുതിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നീട് കുഴച്ച് നോക്കുമ്പോൾ വീണ്ടും കുറവായിട്ട് തോന്നുന്നെങ്കിൽ ബാക്കി പകുതി കൂടി ഒഴിച്ചു കൊടുക്കാം. ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ച് കുഴച്ചിട്ടെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പരുവം തെറ്റിപ്പോവും. ഒരുപാട് ലൂസ് ആവരുത് ഈ മാവ്. കുറച്ചൊന്ന് ടൈറ്റായിട്ട് വേണം ഇരിക്കാനായിട്ട്. ഇപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് അരക്കപ്പ് അളവിൽ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളവും ഇതിൻ്റെ പരുവവും കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ലാസ്റ്റായിട്ട് ഒന്നുകൂടി മാവ് ഒതുക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മാവ് നല്ല പോലെ കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ചുകൂടി ഓയിലൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ബോൾ ഷേപ്പിലാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു മാവ് കുറച്ച് വലിപ്പത്തിലാണ് ഇതുപോലെ ആക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു വലിപ്പത്തിൽ തന്നെ വേണമെന്നൊന്നുമില്ല. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് വലിപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ മാവിലും ഇതേപോലെ റെഡിയാക്കി എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒരു ബോർഡിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഈ ഒരു മാവിൻ്റെ മുകളിലേക്ക് കൂടി കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. അരിപ്പൊടി തന്നെ വേണമെന്നില്ല. ഈ ഒരു ചവ്വരി പൊടിച്ചതുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താലും മതി. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായി പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലൊരു വക്കുള്ള പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ എല്ലാം ഒരുപോലെ കിട്ടുകയും ചെയ്യും. കാണാനും നല്ല ഭംഗിയായിരിക്കും. അതിനാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ദാ ഞാനൊരു മാവും കൂടെ ഇതുപോലെ വെച്ച് കൊടുത്തു. അതിന് മുകളിലേക്കായിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അത് നല്ല പോലെ പരത്തിയെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ എല്ലാ മാവും പരത്തിയെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഞാനിവിടെ ഒരു പരന്ന പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഇതുപോലെ ഓരോ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നിൻ്റെയും മുകളിലേക്കായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഓയിലൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒന്നുകൂടി ടേസ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 1 മിനിറ്റ് നേരം ഒരു ഭാഗം വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം കൂടെ 1 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഈ വെന്ത് വന്നിട്ടുള്ള പോലെ തന്നെ താഴത്തെ ഭാഗം കൂടെ വെന്ത് വരണം. അപ്പോൾ നമുക്കിത് പാനിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ്.
ഇപ്പോൾ ദാ രണ്ട് ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടി. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. എല്ലാം ഇതേപോലെ തന്നെ ചുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടി. നല്ലൊരു വെറൈറ്റി റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും ചേരുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.